ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമുക്കൊരു മെമ്മറബിൾ ഈവനിങ് വ്ളോഗാവാം. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ സ്ഥലം എന്തുകൊണ്ട് ഷൂട്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അച്ഛൻ്റെ മൂത്ത പെങ്ങളുടെ വീട്ടിലേക്ക് പോണ വഴിയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കണം കേട്ടോ, ഈ വഴി അങ്ങോട്ട് പോകണം. അപ്പോൾ മാമനും അമ്മായും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാറില്ല. ഇത് ചേട്ടൻ നാട്ടിലില്ലതാനും, സോ വീട് പൂട്ടിയിട്ടേക്കാണ്. അപ്പോൾ നമ്മൾ പോണത് അങ്ങോട്ടൊന്നുമല്ല, വേറൊരു സ്ഥലത്തേക്കാണ്. ചില ആൾക്കാരുടെ സ്റ്റാറ്റസിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ തേജു ഓൾറെഡി ഫ്രണ്ട്സിൻ്റെ കൂടെ 2 ദിവസം മുന്നേ പോയിട്ടുള്ളതുകൊണ്ട് തേജു വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ഛന്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇതല്ല അതാണ് വഴി എന്നൊക്കെ പറഞ്ഞ് അവൾ സ്കൂട്ടിയിലാണ് പോയത്. സോ അതിൻ്റെ ഒരു കോൺവെർസേഷനാണ് അവർ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അച്ഛനിങ്ങനെ തേജു പറഞ്ഞ വഴി അല്ലാതെ ലൈക്ക് ഗൂഗിൾ മാപ്പിലെ വഴി പോയപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ വഴിയൊന്നും പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, ആദ്യമേ തിരിയായിരുന്നു. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാവക്കാട് നിന്ന് കുറച്ചുകൂടി പോരണം. 4 മണിക്കാറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഷിജുവിനെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എത്തുമ്പോൾ. സോ നമുക്ക് നല്ല ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല, അതേ സൺസെറ്റ് നടന്നുകൊണ്ടിരിക്കുക. എനിവേയ്സ് എന്തായാലും വന്നു, അപ്പോൾ നമ്മളിനി എൻജോയ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ കയാക്കിംഗ് ഉണ്ട്. അപ്പോൾ കയാക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നല്ലൊരു പ്ലേസാണ്, ബട്ട് പാർക്കിംഗ് ഒന്നുമില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വണ്ടി പാർക്ക് ചെയ്യണം. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ ചേട്ടൻ, അമ്മ, തേജു, അച്ഛൻ, ഞാൻ, ഷിജു, ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്തു. കയാക്കിംഗ് സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ കുറച്ചും കൂടിയൊക്കെ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു, ബട്ട് നമ്മൾ ഭയങ്കര ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും എക്സ്പ്ലോർ ചെയ്തില്ല. കാരണം കുറച്ചും കൂടി ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയാക്കിംഗ് ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്തായാലും വന്നത് കയാക്കിംഗ് ചെയ്യാനല്ലേ, അപ്പോൾ ആദ്യം അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ പോണ വഴി മീൻസ് കാറ് പാർക്ക് ചെയ്തിട്ട് കയാക്കിംഗ് സ്പോട്ടിലേക്ക് നടക്കണ വഴിയാണ് ഇതൊക്കെ. കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ വെയിലൊക്കെ ആറിയ സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ചൂടോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു ഈവനിങ്ങൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. വെറുതെ വന്നിരിക്കാനാണെങ്കിലും നല്ലൊരു പ്ലേസാണ്. ഇതൊക്കെ ഇത്രയും അടുത്തായിട്ട് ഞാനിപ്പോഴാണ് കേട്ടോ അതൊക്കെ കാണുന്നത്. പൊതുവെ അങ്ങനെ അച്ഛനും പുറത്തേക്ക് പോവുക, അവിടെ ഇവിടെയും പോയി എക്സ്പ്ലോർ ചെയ്യുക, അതൊന്നും വലിയ താല്പര്യമില്ലാത്ത കേസാണ്. അപ്പോൾ നമ്മളങ്ങനെ പുറത്തേക്കൊക്കെ പോലും വളരെ ചുരുക്കമാണ്. അപ്പോൾ തേജുവിൻ്റെ റെക്കമെൻഡേഷനിലാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല സ്പോട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇവരതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് വെറുതെ അവിടെ കൊണ്ട് നിർത്തിയെന്നല്ലാതെ നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല. പിന്നെ കുറച്ച് ഇരുട്ടാവാനും തുടങ്ങിയിരുന്നു. അപ്പം ഇനി ടൈം വൈകിക്കാതെ നമുക്ക് മെല്ലെ കയാക്കിംഗ് സ്പോട്ടിലേക്ക് പോവാം. ഇവിടെ എത്തി. ഇവിടെ കുറച്ച് ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെറുതെ വന്നിരിക്കാനും നല്ല വൈബുള്ളൊരു പ്ലേസാണെന്ന്. അപ്പോൾ കുറേ ആൾക്കാർ കയാക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണ് ഈ വീഡിയോൻ്റെ വോയിസ് ഓവർ ചെയ്യുന്നത്. സോ എൻ്റെ എക്സാക്റ്റ് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും 200-നും കൂടുതലില്ല പെർ ഹെഡ്. ഇത് 2 പേര് ഇരിക്കുന്ന സെറ്റപ്പും ഉണ്ട്, ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് തുഴയുന്ന പരിപാടിയുമുണ്ട്. അമ്മ ജന്മമുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ തയ്യാറല്ല. അമ്മേനെ നമ്മൾ ഒരുപാട് നിർബന്ധിച്ചു, ലൈക്ക് അച്ഛൻ്റെ കൂടെ ഇരിക്കാം, വിഷമിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട, ബട്ട് പൊടിക്ക് സമ്മതിച്ചില്ല. അപ്പം അമ്മ ഒറ്റയ്ക്ക് അവിടെ ഒരു ചെയറിൽ ഇരിക്കാം, നിങ്ങൾ പോയിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. നമ്മൾ ഒരുപാട് നിർബന്ധിച്ചു, ബട്ട് നോ രക്ഷ. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി. അപ്പോൾ തേജ് ഭയങ്കര കോൺഫിഡൻസില്ല, കാരണം 2 ദിവസം മുന്നേ വന്ന് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ ലൈഫ് ജാക്കറ്റ് തന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മളെല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. പോണേക്കാൾ മുന്നേ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോസ് ചെയ്തതാണ്, പക്ഷേ ഫോട്ടോ എടുത്തില്ല. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ജസ്റ്റ് എല്ലാവരും കൂടെ ഇതാക്കി. ഞാൻ അമ്മയുടെ അടുത്ത് ഫോൺ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മോട് പറയാണ് ടൈം വരുന്നില്ലേ, വീഡിയോ റെക്കോർഡ് ആവുന്നില്ലേ, ഓക്കെ അല്ലേ. അപ്പോൾ ഞാനതിങ്ങനെ ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കാം. അപ്പോൾ അവർ പറഞ്ഞു ചെരുപ്പൊക്കെ ഊരിയിട്ടോളൂ, ചെരുപ്പിടണ്ട. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് ഓരോരുത്തർക്കുമുള്ള കയാക്കിംഗ് ബോട്ട്, അല്ലെങ്കിൽ അതിന് ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല, അത് തന്നിട്ടുണ്ട്. അപ്പോൾ തേജു ആണല്ലോ പ്രോ. അപ്പോൾ തേജു ആദ്യം കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആദ്യം കയറി. അപ്പം അച്ഛനും റെഡിയായി, മുണ്ടൊക്കെ മടക്കി കുത്തി റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. തേജു കയറിയതിൻ്റെ പിന്നാലെ അടുത്ത ആൾ, തേജുവിൻ്റെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ നമ്മുടെ ഫാമിലിയിൽ ചേട്ടനാണ്. ഫുഡിൻ്റെ കാര്യത്തിലായാലും ഇങ്ങനത്തെ കാര്യത്തിലായാലും ഒക്കെ. അപ്പോൾ ബാക്കി നമ്മളെല്ലാവരും ആ ഒരു വൈബ് അത്ര അങ്ങോട്ട് ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് അവർ 2 പേരും ആദ്യം കയറി പോയിക്കൊണ്ടിരിക്കുക.
അപ്പോൾ തേജ് പറയണ്ട എന്നെ ഇടിക്കരുത് കേട്ടോ എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇതേ അടുത്ത ആൾക്കുള്ള ബോട്ട് തന്നെ ഞാൻ പറയാം. ബോട്ട് എടുത്തിട്ട് ആ ചേട്ടൻ വന്നു. ഇവരുടെ സർവീസ് നല്ലതാണ്, നല്ല ക്ലീനായിരുന്നു ബോട്ട്സൊക്കെ. പിന്നെ ഇവരുടെ തന്നെ ആൾക്കാർ, ഇതിപ്പോൾ ഒരു ഭയങ്കര വൈഡ് ഏരിയ ആണ്, കുറേ സ്ഥലം നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ചധികം സ്ഥലമുള്ളത് കൊണ്ട് തന്നെ ഓരോരോ എൻഡിൽ ഇവരുടേതായ കുറച്ച് ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടു. ലൈക്ക് ഇപ്പോൾ അത്രയും ദൂരം പോകുമ്പോൾ നമുക്കൊരു സ്ട്രെസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതേ നമുക്ക് 3 പേർക്കും പോകാനുള്ളതൊക്കെ റെഡിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ഏകദേശം ഇതേ നടുക്ക് വരെ എത്തിയിട്ടുണ്ട്. വേറെയും കുറേ ഫാമിലീസ് ചെയ്യണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞു പിള്ളേരൊക്കെ ചെയ്യുന്നുണ്ട്. സേഫാണ്, വേറെ റിസ്കി ഫാക്ടേഴ്സൊന്നും ഇല്ല. അപ്പോൾ അതേ ഷിജുവും കയറി ഇരുന്നിട്ടുണ്ട്. എനിക്കും ഷിജുവിനൊക്കെ ചെറിയ ടെൻഷൻ ഇല്ലാതില്ല. സംഭവം സേഫാണെന്നൊക്കെ പറയുമ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. പിന്നെ വെള്ളത്തിലുമാണല്ലോ കളി. അപ്പം അമ്മ ആണെങ്കിൽ എന്നെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക, അധികം ദൂരേക്കൊന്നും പോകണ്ട കേട്ടോ, അവർ പൊക്കോട്ടെ, നീ പോവണ്ട, എനിക്ക് പേടിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ്. ഇതിൻ്റെ ഒറിജിനൽ വോയിസിൽ അങ്ങനെ മാളു അധികം ദൂരം പോകണ്ട, മാളു ഇവിടെ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചേട്ടന്മാർ നമുക്ക് ആദ്യം ഇതിനകത്ത് കയറിയിരുന്ന എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും. അവരെത്ര പറഞ്ഞു തന്നാലും നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നമ്മൾ 2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ ഒരു ടെക്നിക്ക്. ഷിജു ഒക്കെ മറ്റേ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലൊക്കെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ നേരം. നമുക്കതൊന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു ടൈം ഡിലേ ഉണ്ടല്ലോ, അത് എനിക്കും ഷിജുവിനും നന്നായിട്ടുണ്ടായിരുന്നു. ചേട്ടനൊക്കെ അത് കുറേ ദൂരത്തേക്ക് എത്തിയിട്ടുണ്ട്. തേജും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ലാസ്റ്റാണ് അച്ഛൻ കയറുന്നത്. അപ്പോൾ എനിക്കതൊന്ന് എൻ്റെ ഒരു ടെൻഷൻ ആ മുഖത്തുണ്ടാവും, കാരണം വെള്ളത്തിലാണല്ലോ. സോ അപ്പോൾ ഞാൻ അങ്ങനെ മെല്ലെയാണ് അങ്ങോട്ട് ഇറക്കിയത്. കുറേ ദൂരം ചെയ്യാനുണ്ട്, നമുക്ക് കൈയൊക്കെ കടയും. പിന്നെ വേണമെങ്കിൽ നമുക്ക് മിഡിലൊക്കെ എത്തുമ്പോൾ നിർത്താം. ബോട്ട് എന്തായാലും മറിയോ മുങ്ങോ ഒന്നും ചെയ്യില്ല, നമുക്ക് റിലാക്സ്ഡ് മോഡിലിരിക്കാം കുറച്ച് നേരം, കായലിന് നടുക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ. നല്ല അടിപൊളി പരിപാടിയാണ്. ലൈക്ക് ഓവർ എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഭയങ്കര ചീപ്പാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഒരു മിഡ് റേഞ്ചിൽ നമുക്ക് കുറച്ച് നേരം ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്, ഒരു റെക്കമെൻഡബിൾ പ്ലേസ് തന്നെയാണ്. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും ഇറങ്ങി, ഞങ്ങൾ 5 പേരും എത്തി. പിന്നെ ഇത് നമ്മളവിടെ മിഡിലൊക്കെ നിൽക്കുമ്പോൾ തേജു കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. വേണ്ടോ, ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ നമുക്ക് നിർത്തിയിടൊക്കെ ചെയ്യാൻ ഒരു വിഷയമില്ലാന്ന്. ഞങ്ങളെല്ലാവരും കൂടി ഒരു സെൻറ്റർ പൊസിഷനിലെത്തിയിട്ട് ചുമ്മാ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ മിഡിലിരിക്കുക. അപ്പോൾ തേജുവിനെ പറയുന്നുണ്ട് മതി തുഴഞ്ഞോളൂ, ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു 7:15 ആയപ്പോൾ നമ്മൾ നിർത്തിയിട്ട് കയറി. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര കൊതുവാണ്, അതൊരു രക്ഷയില്ല. പാവം അമ്മ എങ്ങനെ ഇത്രയും കൊതുകടി കൊണ്ട് ഇത്ര നേരം ഇവിടെ നിന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഞങ്ങളിങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അയ്യോ അമ്മ പോവാം, ഭയങ്കര കൊതുവാണ്. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ, ഇത് ഭയങ്കര രസമാണ്. നമ്മളെല്ലാവരും 1 by 1 അതിൽ കയറി. നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ആടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, 2 പേര് നിന്ന് ആട്ടി തന്നാൽ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ നമ്മൾ കുറേ ഏജ് പറഞ്ഞ പോലത്തെ ഒരു ഫീലൊക്കെ വരും കേട്ടോ. കാരണം ഇപ്പോൾ ഊഞ്ഞാലൊന്നും എവിടെ അങ്ങനെ അവൈലബിൾ ഒന്നും അല്ലല്ലോ. വല്ല പഴയ വീടിൻ്റെ ഒക്കെ മുറ്റത്ത് മാവിൻ്റെ അവിടെയൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിലുണ്ട്, അല്ലാതെ എവിടെ നമുക്ക് ഇങ്ങനത്തെ ഊഞ്ഞാലൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ വാശി പിടിച്ച് തല്ല് പിടിച്ചൊക്കെ അമ്മേനെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഇറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെ നല്ല പേടിയായിരുന്നു. എന്നാലും നമ്മുടെ നിർബന്ധത്തിന് അമ്മ ഇരുന്നു, കുറച്ച് നേരം അമ്മയും എൻജോയ് ചെയ്തു. ഇവർക്കൊക്കെ അവരുടെ ചെറുപ്പകാലത്തേക്ക് പോയൊരു ഫീല് കിട്ടും, അവർക്ക് എന്നല്ല നമുക്കും കേട്ടോ. അപ്പം അച്ഛനും ചേട്ടനും കൂടിയിട്ടാണ് ഹാൻഡിൽ ചെയ്യണത്. പിന്നെ അച്ഛൻ ഇരുന്നിട്ടുണ്ട്. അപ്പം അച്ഛൻ്റെ കൈ വേദനിക്കോ ലൈക്ക് ഷോൾഡറിൻ്റെ ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ നല്ല എൻജോയിങ് മോഡിലായിരുന്നു. അപ്പം അച്ഛൻ്റെ കേസിൽ ചേട്ടനും തേജുവും ഇരുന്നു, മീൻസ് തേജുവും കൂടി ആട്ടി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തേജുവിന് വേണ്ട, കാരണം അവൾ ഓൾറെഡി മുന്നേ പോയപ്പോൾ ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ തേജു കാല് കഴുകാൻ പോയിട്ട് വരികയാണ്. അപ്പോൾ അവിടെ വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരിക. അപ്പോൾ കൊതുകടി ഒഴിച്ചാൽ ബാക്കി എല്ലാം കൊണ്ടും അടിപൊളിയാണ്. കുറച്ച് സമയം ഒരു ഈവനിങ് ഒക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ചു പോരുക, കാരണം ഇരുട്ടായതുകൊണ്ട് ഇനി വേറെ ഒന്നും അവിടെ നമുക്ക് പോയിട്ട് നോക്കാനൊന്നും പറ്റണ്ടായില്ല. അപ്പോൾ കയാക്കിങ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
സോ ഇനി എപ്പോഴെങ്കിലും പിന്നൊരു സമയത്ത് വരാം എന്ന പ്രതീക്ഷയിൽ നമ്മൾ പോകുകയാണ്. അപ്പോൾ അവിടുത്തെ പരിപാടി അവസാനിപ്പിച്ചു, നമ്മൾ റിട്ടേൺ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഒക്കെ എത്തിയപ്പോൾ അവിടെ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് ഭയങ്കര അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്കൊന്നും നമ്മൾ പോയേ ഇല്ല കേട്ടോ. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഒരു ചെറിയ ഈവനിങ്. തേജ് വന്നതിൻ്റെ പേരിൽ നമ്മളിങ്ങനെ കുറച്ച് അടുത്തുള്ള കുഞ്ഞു സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു. തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.